മക്കൾസ് വളരെ വേഗത്തിൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യനുകൾ നോക്കാം. ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടുന്ന, ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന, പബ്ലിക് എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായിട്ടും കാണാൻ പോകുന്ന കുറേ ക്വസ്റ്റ്യനുകളുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള, എല്ലാ പ്രാവശ്യവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള കുറേ ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. നിങ്ങൾ ഇത് പഠിച്ച് തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ. സോ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ, കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, മാസ് ഓഫ് ഡൈനൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ടേബിൾ തന്നത്. ഒരു ഭാഗത്ത് മാസ് ഓഫ് ഡയോക്സിൻ ആണ്. അപ്പോൾ ഡൈനൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ N2 ആണ്, ഡയോക്സിൻ എന്ന് പറഞ്ഞാൽ O2 ആണ്. അപ്പോൾ ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? N2 14 ഗ്രാമുള്ള N2 16 ഗ്രാമുള്ള O2 ആയിട്ട് റിയാക്ട് ചെയ്ത ഒരു കോമ്പൗണ്ട് ഉണ്ടായി. ദെൻ 14 ഗ്രാമുള്ള N2 32 ഗ്രാമുള്ള O2 ആയിട്ട് റിയാക്ട് ചെയ്ത് മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടായി. അഥവാ ഫിക്സഡ് മാസ് നൈട്രേന് കൊടുത്തു, ഡിഫറൻറ്റ് മാസ് ഓക്സിജന് കൊടുത്തു. അങ്ങനത്തെ ലോ ഏതാണ്? വിച്ച് ലോ എന്നാണ് ചോദ്യം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾ എഴുതേണ്ടത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇവിടെ ഫിക്സഡ് മാസ് ഉള്ള ഒരാളും ഡിഫറൻറ്റ് മാസ് ഉള്ള രണ്ടാളും, ഇതാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. സോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്, ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല അതിൽ നിന്ന് വരിക, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പല ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തത്. സോ ഇത് പഠിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ടേ നിങ്ങൾ പോകാവൂ. രണ്ടാമത്തെ ഇതും അത് തന്നെയാണ് കേട്ടോ. 28 ഫിക്സഡ് മാസ് ഉള്ള ഒരാൾ ഡിഫറൻറ്റ് മാസ് ഉള്ള ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി. ഇവിടെ നൈട്രേന്റെ മാസ് രണ്ടും ഫിക്സഡ് ആണ്, ഓക്സിജന്റെ മാസ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ്. സോ അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, റെഡി? അപ്പോൾ അത് ക്ലിയർ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതേ സം ബേസിക് കോൺസെപ്റ്റ്സ് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ മാസുകളൊക്കെ വെച്ചിട്ട് ഇത്ര ഗ്രാം റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം കിട്ടും എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ആ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ എടുത്തത്. 6 ഗ്രാം ഹൈഡ്രജനും 40 ഗ്രാം ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ചോദ്യം. അവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ടെങ്കിൽ ആരാണ്? കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് H2O പ്രൊഡ്യൂസ്, ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ്. 3 സബ് ക്വസ്റ്റ്യനുകളാണ് അതിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വെള്ളം ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഇക്വേഷൻ വേണം. എന്താണ് ഇക്വേഷൻ? 2H2 plus O2 is 2H2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗിവൺ മാസുകൾ ഇതാണ്. 6 ഗ്രാം ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ ഞാനിവിടെ 6 ഗ്രാം എന്ന് എഴുതുന്നു. ദെൻ 40 ഗ്രാം ഓക്സിജൻ എന്നാണ്. അപ്പോൾ ഇവിടെ 40 ഗ്രാം എന്ന് എഴുതുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഇക്വേഷൻ ആയിരിക്കണം. സോ 6 ഗ്രാമും 40 ഗ്രാമും കമ്പൈൻ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് H2O, എത്ര എമൗണ്ട് ഓഫ് H2O ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ 6 ഗ്രാമും 40 ഗ്രാമും കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര H2O ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്, പക്ഷെ റിയാക്ഷൻ പ്രകാരം നമുക്കറിയാം 2H2 എന്ന് പറഞ്ഞാൽ H2 എന്ന് പറഞ്ഞാൽ 2 ഗ്രാമാണ്. അപ്പൊ 2H2 എന്ന് പറഞ്ഞാൽ 4 ഗ്രാമാണ്. O2 എന്ന് പറഞ്ഞാൽ 32 ഗ്രാമാണ്. ഇത് നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. സോ 4 ഗ്രാമും 32 ഗ്രാമും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 36 ഗ്രാം കിട്ടുമെന്ന് നമുക്കറിയാം. സോ ഇത് നമുക്ക് അറിയുന്ന മാസാണ്, ഇത് ഗിവൺ മാസാണ്. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. എടാ 4 ഗ്രാം എടുക്കുമ്പോൾ നമുക്കിവിടെ 32 ഗ്രാമാണ് വേണ്ടത്. 4നെ 8 കൊണ്ട് ഇൻഡ് ചെയ്യുക. 4നെ 8 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് 32 കിട്ടുക. സോ 4ന്റെ 8 ഇരട്ടി വേണം ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ 6ന്റെയും 8 ഇരട്ടി 48 വേണ്ടേ? പക്ഷെ ഇവിടെ 40 അല്ലേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ ലിമിറ്റിംഗ് റിയേജന്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് കിട്ടുന്നു. ഇത് പല രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ എഴുതിയ നമ്പറുകൾ എഴുതിയേക്കാൻ അറിയാമല്ലോ. എന്നിട്ട് ഗിവൺ മാസിനെ അതിന്റെ താഴെയുള്ള മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6/4 എഴുതുക. ദെൻ 40/32 എഴുതുക. എന്നിട്ട് 6/4ന്റെ വാല്യൂ എത്രയാണ് നോക്കുക, 40/32ന്റെ വാല്യൂ എത്രയാണ് നോക്കുക. ഏതാണോ ചെറിയ വാല്യൂ അതായിരിക്കും അതിന്റെ ലിമിറ്റിംഗ് റിയേജന്റ്. കാരണം അയാളുടെ അളവ് കുറവാണെന്ന് അർത്ഥം. അങ്ങനെയും ചെയ്യാം. ഇവിടെ അങ്ങനെ ഞാൻ ചെയ്യാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് കിട്ടി. 4ന്റെ 8 ഇരട്ടിയാണ് 32, 6ന്റെ 8 ഇരട്ടി അല്ല 40. സോ 6ന്റെ 8 ഇരട്ടി 48 വേണം. സോ ഇത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. അപ്പൊ ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ്? O2 ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. ദെൻ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് H2O പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണോ അയാളാണ് എത്ര എമൗണ്ട് ഉണ്ടാവണം തീരുമാനിക്കുക. സോ 32 ഗ്രാമും 4 ഗ്രാമും ചേർന്നാൽ 36 കിട്ടുമെങ്കിൽ 40 ഗ്രാം കൊണ്ട് എത്ര കിട്ടും? 40 ഗ്രാമിന് കറക്റ്റായ അളവല്ല 6 ഗ്രാം. കാരണം ഇത് കൂടുതലാണ്, ഇത് കുറവാണ്, നമ്മൾ കണ്ടു. അപ്പൊ ഈ കുറവുള്ള ആളാണ് 40 ഗ്രാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 40/32 ചെയ്യുക. കാരണം ഇയാളാണല്ലോ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ കിട്ടുന്ന അളവുണ്ടല്ലോ അതേ അളവ് തന്നെയായിരിക്കണം ഇതേ ഡിവൈഡ് ബൈ ഇതും ചെയ്യുമ്പോൾ. അതായത് എപ്പോഴും നമ്മുടെ സ്റ്റോഷിയോമെട്രിയുടെ പ്രത്യേകത, മുകളിലുള്ള നമ്പർ ഡിവൈഡ് ബൈ താഴെയുള്ള നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകൾ എല്ലായിടത്തും ഈക്വൽ ആയാലാണ് അത് കറക്റ്റ് റേഷ്യോയിലാണെന്ന് പറയാം. ഇവിടെ അത് കറക്റ്റ് റേഷ്യോയിലല്ല. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്ന വാല്യൂവും 40നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂവും ഇത് ചെറുതാണ്. അപ്പൊ ഈ ചെറിയ വാല്യൂ ആണ് ഇവിടെ പ്രൊഡക്റ്റ് തീരുമാനിക്കുക. സോ ഇവിടെ ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ആ നമ്പർ ഡിവൈഡ് ബൈ ഈ 36 ചെയ്താൽ കിട്ടുന്നതും 40/32 ചെയ്താൽ കിട്ടുന്ന നമ്പറും ഒരേപോലെ
ഒരുപോലെ ആയിരിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? 40/32 ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ 36 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി പോരെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും amount of H2O. സെറ്റ്. അപ്പൊ അതും നിങ്ങൾക്ക് ഐഡിയ കിട്ടി, സെറ്റ് ആണ്. ദെൻ മക്കളെ ചോദ്യം ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ്. ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു അയാളുടെ എമൗണ്ട് പെട്ടെന്ന് തീരും, അയാളുടെ അളവ് പെട്ടെന്ന് തീരും, കൺസ്യൂം ആയി പോകും. ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ഒരു റിയാക്ടന്റ് ഉണ്ടാവും, ആ റിയാക്ടന്റിന്റെ അളവ് പെട്ടെന്ന് തീർന്നു പോകുന്നു, അതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് ഡിറ്റർമൈൻസ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ അളവ് തീരുമാനിക്കുന്നതും ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോഷിയോമെട്രിയുടെ ഭാഗം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, വാട്ട് ആർ ദി പോസ്റ്റുലേറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, അഥവാ റുദർഫോർഡ് മോഡൽ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം, റുദർഫോർഡിന്റെ മോഡലിന്റെ 3 പോസ്റ്റുലേറ്റ്സുകളാണ്. ഒന്നാമത് അദ്ദേഹം പറയുന്നത് അവിടെ ഒരു മാസും സെന്ററിൽ ന്യൂക്ലിയസും ഒക്കെ ഉണ്ട്, പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ട് എന്നാണ് പോസ്റ്റുലേറ്റ്സിൽ പറയുന്നത്. രണ്ടാമത്തത് ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു എന്നാണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത്തത് ആ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇതാണ് പോസ്റ്റുലേറ്റ്സ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? അദ്ദേഹത്തിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ഹൈഡ്രജൻ സ്പെക്ട്രത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, ഇലക്ട്രോണിക് സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ പോസ്റ്റുലേറ്റ്സും ലിമിറ്റേഷൻസും ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. എല്ലാ പ്രാവശ്യവും സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. Then state and explain Hund's rule of maximum multiplicity. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 റൂളുകളിൽ കുറച്ചധികം ഇമ്പോർട്ടൻ്റോടെ നിങ്ങൾ പഠിക്കേണ്ട റൂളാണ് Hund's rule of maximum multiplicity. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് എന്ന് മാത്രമല്ല പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് Hund's rule of maximum multiplicity എന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇലക്ട്രോൺ പെയറിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ പാർഷ്യലി ഫില്ലിംഗ് ഓൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എനർജി ഒരേപോലെയുള്ള ഓർബിറ്റലുകൾ, എല്ലാ ഡീജനറേറ്റ് ഓർബിറ്റലുകളും ആദ്യം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ, ആദ്യം പാർഷ്യലി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പെയർ ചെയ്യൂ എന്നതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡി എന്ന് എഴുതിയിട്ട് അതിൽ 8 ഇലക്ട്രോൺ എങ്ങനെയാണ് ഫില്ല് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കാം. ഹൺസ് റൂൾ പ്രകാരം D8 ഫില്ല് ചെയ്യേണ്ടത്, ഡിയിൽ 5 ഓർബിറ്റൽ ആണല്ലോ, അപ്പോൾ 5 ഓർബിറ്റൽ വരയ്ക്കുക. എന്നിട്ട് അതിൽ 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. 1 2 3 4 5 6 7 8. കണ്ടോ, എല്ലാത്തിലും ഓരോന്ന് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ പെയർ ചെയ്തത്. അതാണ് ഹൺസ് റൂൾ. ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ തന്നെയുള്ള ഒരു ന്യൂമറിക്കൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എനർജി കാണാനും റേഡിയസ് കാണാനുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എനർജി കാണാൻ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ എടുക്കണം എന്നുള്ളതാണ് മക്കളുടെ കൺഫ്യൂഷൻ വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരുടെ എനർജി കാണാനാണ് പറയുന്നത് നോക്കിയാൽ മതി. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിന്റെ എനർജിയാണ്, അഥവാ ഫസ്റ്റ് ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ അല്ലേ ഓടുന്നത്, അപ്പോൾ ആ ഇലക്ട്രോണിന്റെ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ഓർബിറ്റിന്റെ, അല്ലാണ്ട് ലൈറ്റിന്റെ എനർജി അല്ല. ലൈറ്റിന്റെ എനർജി ആണെങ്കിൽ hν വെച്ചിട്ടാണ് ചെയ്യുക. ഇലക്ട്രോണിന്റെ എനർജി ആകുമ്പോൾ നമ്മൾ ബോർ മോഡലിൽ പഠിച്ച, ബോർ മോഡൽ തന്നെ പറഞ്ഞത് എന്തിനാണ്? ബോർ മോഡൽ ഇലക്ട്രോണിനെ കുറിച്ച് പറയാനാ, ഇലക്ട്രോൺ എങ്ങനെയാണ് നിൽക്കുന്നത് പറയാൻ വന്ന മോഡലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റുലേറ്റ്സിന് മൊത്തം എനർജിന്റെ ഇക്വേഷൻ, റേഡിയസിന്റെ ഇക്വേഷൻ, ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഒക്കെ ആരുടെ ഇക്വേഷനാ? ആ ഓർബിറ്റിന്റെയും ആ ഇലക്ട്രോണിന്റെയും ഇക്വേഷനാണ്. സോ E = -RH/n² × z². ഇതാണ് നമ്മുടെ ആരുടെ എനർജി, ഒരു ഓർബിറ്റിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ. അതിൽ -RH എന്ന് പറഞ്ഞാൽ -2.18 × 10⁻⁸ ഡിവൈഡഡ് ബൈ എനർജി അസോസിയേറ്റഡ് ഫസ്റ്റ് ഓർബിറ്റ് എന്നാണ്. അപ്പോൾ n² 1 ആയി ഇൻറ്റു z². ഹീലിയം എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 2 ആണ്, ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. ഇവിടെ പ്ലസ് ഉണ്ട് എന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പർ 1 ആവില്ല, ഈ ആറ്റോമിക് നമ്പർ ഒരിക്കലും മാറില്ല. സോ 2². ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എനർജി. രണ്ടാമത്തത് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദിസ് ഓർബിറ്റ് എന്നാ. അപ്പൊ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ A0 × n²/z എന്നാ. അപ്പൊ ആ ഇക്വേഷനും പഠിച്ച് സെറ്റ് ആക്കുക. A0ന്റെ വാല്യൂ 52.9 പൈക്കോമീറ്റർ ആണ്, ഇൻറ്റു z² അഗൈൻ ഫസ്റ്റ് ഓർബിറ്റ് ആണ്, അപ്പൊ 1² z 2 ആണ്. അപ്പൊ എനർജിയും കിട്ടും റേഡിയസും കിട്ടും. മക്കളെ അതും ക്ലിയർ ആണേ. ദെൻ ഡൈപോൾ മൊമെന്റ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 is 0 while NH3 is not 0. Why? നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. BF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോണിന്റെ ചുറ്റും 3 ഫ്ലൂറിൻ, NH3 എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ ചുറ്റും 3 ഹൈഡ്രജൻ. ഇനി 3 ഫ്ലൂറിൻ ആയാലും കുഴപ്പമില്ല, NF3 ആയാലും കുഴപ്പമില്ല. BF3ന്റെ വാല്യൂ 0 ആണ്, NH3ന്റെ വാല്യൂ 0 അല്ല. അതിന്റെ കാരണം അതിന്റെ ഷേപ്പ് വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. BF3ന്റെ ഷേപ്പ് സാധാ സിമ്മട്രിക്കൽ ഷേപ്പാണ്, ട്രയഗണൽ പ്ലനാർ ആണ്. അപ്പൊ BF3ന്റെ ട്രയഗണൽ പ്ലനാർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡൈപോൾ മൊമെന്റുകൾ തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോകും. The 3 bond moments give a net sum of 0 as the resultant of
എനി ടു ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി തേർഡ്. ഇതിൽ മൂന്നാളുകളുള്ളതിൽ രണ്ടാളുകളുടെ ഡൈപോൾ മൊമെന്റ് മറ്റേ ആളോട് ഓപ്പോസിറ്റ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 10 കിട്ടും, ഇതും 10 ആയിരിക്കും എന്നർത്ഥം. വിച്ച് മീൻസ് ഇങ്ങോട്ട് പോകുന്ന 10ഉം അങ്ങോട്ട് പോകുന്ന 10ഉം ക്യാൻസൽ ആയി പോകും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എനിവേ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെത് സിമ്മട്രിക്കൽ ആണ്. എന്നാൽ NF3 സിമ്മട്രിക്കൽ അല്ല, കാരണം NF3 സ്ട്രക്ചർ വേറെ തന്നെയാണ്. NF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N 3 ഫ്ലൂറിൻ താഴേക്കാണ്, അല്ലാണ്ട് ഇങ്ങനെ ട്രയഗണൽ പ്ലനാർ അല്ല. 3 ഫ്ലൂറിൻ താഴേക്ക്. അങ്ങനെ താഴേക്ക് വരാനുള്ള കാരണം എന്താ? നൈട്രേന് 2 ഉണ്ടക്കണ്ണുണ്ട്. ആ 2 ഉണ്ടക്കണ്ണുള്ളത് കാരണം കൊണ്ട്, നൈട്രേന്റെ ലോൺ പെയർ ഉള്ളത് കാരണം കൊണ്ട് ഫ്ലൂറിനൊക്കെ താഴേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ NH3 ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയി പോകുന്നില്ല. അല്ലെങ്കിൽ NF3 ക്വസ്റ്റ്യനിൽ തന്നത് NF3 ആണ്. അപ്പം NH3 ക്വസ്റ്റ്യനിൽ തന്നത് NH3 ആണ്. NH3 ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയി പോകുന്നില്ല, അതുകൊണ്ട് 0 അല്ല. റെഡി? Then write any 3 postulates of MO theory. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ ഏതെങ്കിലും 3 പോസ്റ്റുലേറ്റ്സ്. ഞാൻ ഇവിടെ 5 പോസ്റ്റുലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും 3 പോസ്റ്റുലേറ്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. വെരി സിമ്പിൾ ആണ്. MO തിയറി എന്നാണ് പറയുന്നത്, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്നാണ് പറയുന്നത്. അപ്പൊ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, മോളിക്കുലാർ ഓർബിറ്റൽസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുന്നത്. എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു അത്രയും മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. മോളിക്കുലാർ ഓർബിറ്റൽ 2 ടൈപ്പ് ഉണ്ട്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി കുറവും സ്റ്റെബിലിറ്റി കൂടുതലുമാണ്, ആന്റി ബോണ്ടിങ്ങിന് നേരെ തിരിച്ചു. ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കിട്ടും. കാണാതെ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഉണ്ടാവും. ദെൻ VSEPR തിയറിയുടെയും പോസ്റ്റുലേറ്റ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ VSEPR തിയറി സാധാരണ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, H2O ഷേപ്പ് VSEPR തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ VSEPR തിയറി എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ എന്നാണ്. അപ്പൊ എത്ര ഇലക്ട്രോൺ പെയർ H2O കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ H2O സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഓക്സിജൻ എന്ന് പറയുന്ന ആൾക്ക് 8 ആണെങ്കിൽ 2,6 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ആ 6 വാലൻസ് ഇലക്ട്രോണിലേക്ക് 2 ഹൈഡ്രജൻ ആണ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടത്. സോ 6 എണ്ണത്തിന് ഓക്സിജന്റെ 2 എണ്ണവും ഹൈഡ്രജന്റെ 2 എണ്ണം തമ്മിൽ ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെ 2 ബോണ്ട് പെയർ ഉണ്ടാവും. സോ ഹൈഡ്രജന്റെ ഈ 2 എണ്ണം വെച്ചിട്ട് 2 ബോണ്ട് പെയറാണ്. അപ്പൊ 2 ബോണ്ട് പെയർ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് എത്ര എണ്ണം പോയി? 2 എണ്ണം പോയി. സോ 6 എണ്ണത്തിന് 2 എണ്ണം പോയ ബാക്കി 4 എണ്ണം. 4 എണ്ണത്തിന് ബോണ്ട് ഉണ്ടാക്കാൻ ആരുമില്ല. അപ്പൊ അവര് തന്നെ പെയറായിട്ട് നിന്നു, 2 ലോൺ പെയർ. സോ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും. സോ ചുറ്റും 4 ബോണ്ടാണ്, ബോണ്ട് പോലെ വരും. പക്ഷെ 4 ബോണ്ട് വരില്ല, 2 എണ്ണം ബോണ്ടും 2 എണ്ണം ലോണും. അങ്ങനെ 4 എണ്ണം വരണമെങ്കിൽ, ഓക്സിജന്റെ ചുറ്റും 4 എണ്ണം വരണമെങ്കിൽ 2 ബോണ്ട് ഇങ്ങനെ വരും. അതാണ് ഈ 2 ബോണ്ട് H. ഇനി ബോണ്ട് ഇല്ല, ഇനി ലോൺ പെയർ ഉള്ളൂ, 2 ലോൺ പെയർ. അപ്പൊ ഒരു ലോൺ പെയർ ഇവിടെയും കൊടുക്കുക, ഒരു ലോൺ പെയർ ഇവിടെയും കൊടുക്കുക. ഇതാണ് H2O ഷേപ്പ്. H2O ഷേപ്പാണ് ഈ പറഞ്ഞത്. 2 ബോണ്ട് വരുന്നുണ്ട്, 2 ലോൺ പെയർ വരുന്നുണ്ട്, ആംഗിൾ 104.5 ഡിഗ്രി. സോ 2 ബോണ്ട് പെയറും 2 ലോൺ പെയർ വന്നതുകൊണ്ടാണ് ഈ ഷേപ്പ് ഇങ്ങനെയായത്. ആ ഷേപ്പിന്റെ പേരും കൂടെ എഴുതി കൊടുക്കുക, ബെൻഡ് ഷേപ്പ് എന്ന് എഴുതി കൊടുക്കുക. ദെൻ predict the shape of മോളിക്യൂൾ ഓഫ് ടൈപ്പ് AB4E2. AB4E2 എന്ന് പറയുന്ന ടൈപ്പുള്ള കോമ്പൗണ്ടിന്റെ ഷേപ്പ് പറയാൻ പറഞ്ഞാൽ മക്കൾ ചെയ്യേണ്ടത് B4 എന്ന് പറഞ്ഞാൽ 4 ബോണ്ട് പെയറാണ്, E2 എന്ന് പറഞ്ഞാൽ 2 ലോൺ പെയറാണ്. അഥവാ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുന്ന ടൈപ്പ്. 4ഉം 2ഉം വന്നാൽ ടോട്ടൽ 6 എണ്ണം വരണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് A എന്ന് എഴുതുക. എന്നിട്ട് ചുറ്റും 4 എണ്ണം അല്ലേ, അപ്പൊ ഈ ചുറ്റും 4 എണ്ണം ഇങ്ങനെ കൊടുക്കുക. ആ 4ഉം ബോണ്ടാണ്, പക്ഷെ 2 എണ്ണം ലോൺ പെയറാണ്. അപ്പൊ 2 ലോൺ പെയർ ഒന്ന് മുകളിലും കൊടുക്കുക, ഒന്ന് താഴെയും കൊടുക്കുക. ഈ ലോൺ പെയറിന്റെ ഷേപ്പിൽ കൂട്ടാത്തത് കൊണ്ട് ഇത് ബാക്കിയുള്ളതാണ് ഷേപ്പ് എന്താണ്? സ്ക്വയർ പ്ലനാർ. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഷേപ്പ് സ്ക്വയർ പ്ലനാർ എന്ന് കിട്ടും. ഒരു സ്ക്വയർ പോലെ തോന്നില്ലേ? സോ സ്ക്വയർ പ്ലനാർ ആണ് AB4E2 പോയിന്റ്. അപ്പം E കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോൺ പെയർ ആണ്, B കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോണ്ട് പെയർ ആണ്. അതും ക്ലിയർ അല്ലേ? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാണെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾക്ക് KPയും KCയും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2NOCl gives 2NO plus Cl2. The value of the equilibrium constant, K യുടെ വാല്യൂ തന്നിട്ടുണ്ട് 3.75 into 10 raised to -6. ഓക്കെ, അറ്റ് 1069 കെൽവിൻ. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് KP. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ? KP ഈക്വൽ ടു KC ഇൻറ്റു RT ദ ഹോൾ റേസ് ടു ഡെൽറ്റ. തെറ്റിക്കരുത്, KC ഈക്വൽ ടു KP അല്ല, KP ഈക്വൽ ടു KC ഇൻറ്റു എന്നാണ് വരുന്നത്. ഇതിൽ നമുക്ക് കാണേണ്ടത് എന്താ? KP ആണ് കാണേണ്ടത്. അപ്പൊ KC തന്നിട്ടുണ്ട്. KC എത്രയാണ് തന്നത്? 3.75 into 10 raised to -6. ദെൻ ആറിന്റെ വാല്യൂ എത്രയാണ്? ആറിന്റെ വാല്യൂ സാധാരണ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. ഇവിടെ ഈ ഇതിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് തരും, പേടിക്കേണ്ട. ആറിന്റെ വാല്യൂ നമ്മളിവിടെ 0.0831 നമുക്ക് ക്വസ്റ്റ്യൻ തരും. 0.0831 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 1069.
റേസ് ടു ഡെൽറ്റ എൻ എത്രയാ അത് കണ്ടുപിടിക്കണം നമ്മൾ. ഡെൽറ്റ എൻ കണ്ടുപിടിക്കാനാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഇവിടെ എത്ര ഗ്യാഷ്യസ് മോൾ ഉണ്ട്? 2 മോൾ ഉണ്ട്. ഇവിടെ 2ഉം 1ഉം 3 ഉണ്ട്. സോ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് ആണ്. സോ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2, ഇവിടെ 2ഉം ഇവിടെ 1ഉം. സോ ടോട്ടൽ 3 മൈനസ് 2 1 അപ്പൊ ഡെൽറ്റ എൻ 1 ആയതുകൊണ്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. റെഡി? അപ്പൊ KPയും കേസും നമ്മൾ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ചെയ്യാനും അറിയാം. ദെൻ കോമൺ അയൺ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. കോമൺ അയൺ എഫക്റ്റ് എന്നുള്ള ടോപ്പിക്ക് പഠിച്ച് തന്നെ ഉറപ്പിച്ചു പോവുക. പക്ഷെ കോമൺ അയൺ എഫക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്തും പഠിക്കണം. അതായത് വെൻ സം അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ടു, അമോണിയം ക്ലോറൈഡ് NH4Cl ഈസ് ആഡഡ് ടു സൊല്യൂഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് അഥവാ NH4OH. അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് തമ്മിൽ ചേർന്നു. The concentration of unionized ammonium hydroxide increases. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോവുമായിരുന്നു. അതിലേക്ക് അമോണിയം ക്ലോറൈഡ് ചേർത്തപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ബ്രേക്ക് ചെയ്യുന്നത് കുറഞ്ഞു. ബ്രേക്ക് ചെയ്യാത്ത അമോണിയം ഹൈഡ്രോക്സൈഡുകളുടെ എണ്ണം കൂടി. അൺഅയോണൈസ്ഡ് അയോൺ ആവാത്ത തിരിച്ചൊരു കോമ്പൗണ്ടിനായിട്ട് മാറുന്ന അമോണിയം ഹൈഡ്രോക്സൈഡുകളുടെ അളവ് കൂടി. എന്നിട്ട് നിങ്ങളോട് ചോദ്യം, വാട്ട് ഈസ് ദ ഫിനോമിനൻ ഇൻവോൾവ് സബ്സ്റ്റാൻഷിയേറ്റ്? സിമ്പിൾ. അമോണിയം ക്ലോറൈഡിലും അമോണിയം ഉണ്ട്, അമോണിയം ഹൈഡ്രോക്സൈഡിലും അമോണിയം ഉണ്ട്. അപ്പൊ കോമൺ അയോൺ ഉള്ള ഒരാളെ നിങ്ങൾ ചേർത്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അമോണിയം ഹൈഡ്രോക്സൈഡ് കുറച്ചിങ്ങനെ ബ്രേക്ക് ചെയ്ത് പോവുമായിരുന്നു. അപ്പൊ അമോണിയം ക്ലോറൈഡ് ചേർത്തപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ഇവിടെയുണ്ട്. എവിടെ? നിങ്ങൾ ചേർത്ത അമോണിയം ക്ലോറൈഡിലുണ്ട്. സ്വാഭാവികമായിട്ടും അമോണിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ പ്രൊഡക്റ്റിൽ അമോണിയത്തിന്റെ അളവ് കൂടും. അപ്പൊ പ്രൊഡക്റ്റിൽ അളവ് കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അങ്ങനെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇയാൾ പൊട്ടുന്നത് കുറയും. കാരണം മുന്നോട്ട് റിയാക്ഷൻ നടക്കുന്നതാണ് പൊട്ടൽ. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇയാളുടെ ഡിസോസിയേഷൻ കുറയും. അങ്ങനെ അൺഅയോണൈസ്ഡ് ആയ ആളുകളുടെ അളവ് കൂടും. ഇതാണ് കോമൺ അയോൺ എഫക്റ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് കോമൺ. അപ്പൊ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്തിനുള്ള എഫക്റ്റ് ആണ്? കോമൺ അയോൺ എഫക്റ്റ് ഉള്ള എക്സാമ്പിൾ ആണ്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ കോമൺ അയോൺ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദി അഡീഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ. കോമൺ അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തിട്ട് ഡിസോസിയേറ്റ് ചെയ്തു പോകുന്ന വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ തളർത്തുക, ഡിസോസിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇതാണ് മക്കളെ കോമൺ അയോൺ എഫക്റ്റ്. ദെൻ അതേ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ബഫർ സൊല്യൂഷൻ. എന്താണ് ബഫർ സൊല്യൂഷൻ? സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഓൺ ഡൈല്യൂഷൻ ഓർ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി. സോ നിങ്ങളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിലേക്ക് നിങ്ങൾ കുറച്ച് ആസിഡ് ചേർത്തു എന്ന് വിചാരിച്ചിട്ടോ ബേസ് ചേർത്തു എന്ന് വിചാരിച്ചിട്ടോ നീ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കിയാൽ പോലും അതിന്റെ pH അങ്ങനെ ഇങ്ങനെയും മാറൂല. അങ്ങനെ pH ചേഞ്ച് ചെയ്യാത്ത റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനുകളാണ് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് കൂടെ പഠിക്കുക. ബഫർ സൊല്യൂഷൻസ് 2 ടൈപ്പ് ഉണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫറും. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് കൂടി പഠിക്കുക. അസിഡിക് ബഫർ ഉണ്ടാക്കുന്നത് വീക്ക് ആസിഡും അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ സോൾട്ടും, ബേസിക് ബഫറോ വീക്ക് ബേസും അതിന്റെ സോൾട്ടിന്റെ കോൺജുഗേറ്റ് ആസിഡിന്റെ സോൾട്ടും. എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അസിഡിക് ബഫറിന് എക്സാമ്പിൾ CH3COOH CH3COONA കണ്ടോ, രണ്ടിലും കോമൺ ആയിട്ട് CH3COO ഉണ്ട്. ദെൻ ബേസിക് ബഫറിന് എക്സാമ്പിൾ ആയിട്ട് NH4OH NH4Cl. ദെൻ അതിൽ നിന്ന് ന്യൂമറിക്കൽ വരികയാണെങ്കിൽ ഹെൻഡേഴ്സൺ ഹെയ്സൽബാൾക്ക് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ ആണത്. അസിഡിക് ബഫറിന്റെ pH കാണാൻ pKa പ്ലസ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇനി ബേസിക് ബഫറിന്റെ POH കാണാൻ pKb പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്. ഇതാണ് ബഫർ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ തെർമോഡൈനാമിക്സിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും ചോദ്യം വരുന്ന 2 ഭാഗങ്ങളിൽ ഒന്നാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും ഇന്റൻസീവ് പ്രോപ്പർട്ടീസും. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടീസും. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ്, നിങ്ങൾക്ക് അറിയാം. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടീസ് വിച്ച് ഇൻഡിപെൻഡന്റ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ ആണ് എന്ത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാറ്ററിന്റെ എമൗണ്ട് മാറ്റുന്നതനുസരിച്ച് മാസ് മാറും, നിങ്ങളുടെ മാറ്ററിന്റെ എമൗണ്ട് മാറ്റുന്നതനുസരിച്ച് വോളിയം മാറും, നിങ്ങളുടെ മാറ്ററിന്റെ ലെങ്ത് മാറ്റുന്നതനുസരിച്ച് എമൗണ്ട് മാറ്റുന്നതനുസരിച്ച് ലെങ്ത്തും മാറും. എനർജികളെല്ലാം അങ്ങനെ തന്നെയാണ്. സോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് മാറ്റുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ മാറും. എന്നാൽ ഇന്റൻസീവ് പ്രോപ്പർട്ടിയിൽ സിസ്റ്റത്തിന്റെ എമൗണ്ട് മാറി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രോപ്പർട്ടി അങ്ങനെ അതിനനുസരിച്ച് മാറണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി.
പ്രോപ്പർട്ടി എമൗണ്ട് കുറച്ച് വെള്ളം എടുത്താലും കൂടുതൽ വെള്ളം എടുത്താലും വെള്ളത്തിന്റെ ഡെൻസിറ്റി സെയിം തന്നെയായിരിക്കും. ടെമ്പറേച്ചർ എമൗണ്ടിനനുസരിച്ച് മാറൂല. ഒരു കേക്കിന് വലിയ നല്ല തണുപ്പുണ്ട്, അത് മുറിച്ചെന്ന് വിചാരിച്ചിട്ട് അതിന്റെ തണുപ്പ് പകുതിയായിട്ട് കുറയൂല. സോ ടെമ്പറേച്ചർ, പ്രഷർ, മോളാർ എന്ന് തുടങ്ങുന്ന എല്ലാ കോൺസെപ്റ്റുകളും, സ്പെസിഫിക് എന്ന് തുടങ്ങുന്ന എല്ലാ ടേമുകളും എല്ലാം ഇന്റൻസീവ് പ്രോപ്പർട്ടികളാണ്. നോട്ട് ചെയ്ത് വെച്ചോളാം. മോളാർ, സ്പെസിഫിക് എന്ന് കണ്ടാൽ അത് ഇന്റൻസീവ് ആണ്. ദെൻ ഡെൻസിറ്റി ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഒക്കെ ഉണ്ട്. ദെൻ രണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മാസും വോളിയും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മാസ് എക്സ്റ്റൻസീവ് ആണ്, വോളിയം എക്സ്റ്റൻസീവ് ആണ്. ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഡെൻസിറ്റി ഇന്റൻസീവ് ആണ്. സോ ആ പോയിന്റും ക്ലിയർ. ദെൻ തെർമോഡൈനാമിക്സ് എന്ന് വരുന്ന മറ്റൊരു ഭാഗമാണ് ഡിഫൈൻ എൻട്രോപ്പി. എൻട്രോപ്പി എന്താണ്? എൻട്രോപ്പി നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓഫ് ഓർ ഡിസോർഡർനെസ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റം എത്രത്തോളം ഡിസോർഡർ ആവാൻ പറ്റുന്നു എന്നുള്ളതിന്റെ അളവാണ് എൻട്രോപ്പി. എക്സ്പ്ലെയിൻ ബൈ ഗിവിംഗ് റീസൺ വെദർ എൻട്രോപ്പി ഇൻക്രീസ്. താഴെ പറയുന്ന കേസിൽ എൻട്രോപ്പി കൂടുകയാണോ കുറയാണോ ചെയ്യാന്ന് പറയണം. എ ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻടു സോളിഡ്. ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ മോളിക്യൂൾസ് ഒക്കെ അടുത്തടുത്ത് വരും, എൻട്രോപ്പി കുറയും, ഡിസോർഡർനെസ് കുറയും. ദെൻ ടെമ്പറേച്ചർ ഓഫ് എ ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് റൈസ്ഡ് ഫ്രം 0 Kelvin to 115 Kelvin. സോ ടെമ്പറേച്ചർ കൂട്ടിയാൽ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും, അപ്പൊ എൻട്രോപ്പി കൂടും. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻട്രോപ്പി കൂടും. അപ്പൊ ഇവിടെ എൻട്രോപ്പി കുറഞ്ഞു, ഇവിടെ എൻട്രോപ്പി കൂടി. ദെൻ റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻട്രോപ്പി ആൻഡ് ഗിബ്സ് എനർജി. എൻട്രോപ്പി ടേമും ഗിബ്സ് എനർജി ടേമും ഒരുമിച്ച് വരുന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാൻ. അതാണ് നമ്മുടെ മറ്റേ ഇക്വേഷൻ. ഏത്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഗോൾ ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഗോൾ ഹിറ്റ്സ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. യെസ്. ദെൻ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. CH3Br പ്ലസ് Na ഡ്രൈ ഈതർ കണ്ടാൽ ഉറപ്പിച്ചോ അത് വൂഡ്സ് റിയാക്ഷൻ ആണ്. സോ സോഡിയം ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് വൂഡ്സ് റിയാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സോഡിയം എന്ന് പറയുന്ന ആൾക്ക് ഈ Br ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സോഡിയം Br കൊണ്ടുപോകും. പക്ഷെ സോഡിയം Br കൊണ്ടുപോകുമ്പോൾ ഇവിടെ CH3 ഒറ്റക്കാവും. അങ്ങനെ CH3 ഒറ്റക്ക് നിൽക്കാത്തത് കൊണ്ട് ആ റിയാക്ഷൻ ഒന്നുകൂടെ നടക്കുക രണ്ട് CH3Br ഒരുമിക്കുമ്പോഴാണ്. അപ്പൊ ഇവിടെ രണ്ട് ഇട്ടിട്ടില്ലെങ്കിലും മക്കൾ മനസ്സിലാക്കണം അവിടെ രണ്ടുണ്ട്. ഇവിടെ രണ്ട് സോഡിയം അപ്പോൾ എഴുതും. അതിനാ രണ്ട് സോഡിയം, ഒരു Br കൊണ്ടുപോകാൻ ഒരു സോഡിയം, രണ്ടാമത്തെ Br കൊണ്ടുപോകാൻ രണ്ടാമത്തെ സോഡിയം. സോ രണ്ട് Na രണ്ട് Br കൊണ്ടുപോയാൽ ഇവിടെ ബാക്കി രണ്ട് CH3. അപ്പൊ രണ്ട് CH3 എന്ന് എഴുതരുത്, CH3 എന്ന് എഴുതിയാലാണ് മാർക്ക് കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ കംപ്ലീറ്റ് ആൻഡ് നെയിം ദ ഫോളോയിങ് റിയാക്ഷൻ എന്നായിരിക്കും. മിക്ക സ്റ്റുഡൻസ് ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് ചെയ്ത് പോകും, പേര് എഴുതാൻ മറക്കും. സോ ഈ റിയാക്ഷന്റെ പേരാണ് വൂഡ്സ് റിയാക്ഷൻ. ഇതിൽ ചോദിച്ചിട്ടില്ല എങ്കിലും ഞാൻ എഴുതുകയാണ്. ഈ റിയാക്ഷന്റെ പേരാണ് വൂഡ്സ് റിയാക്ഷൻ. ദെൻ CaC2 പ്ലസ് H2O ഗീവ്സ് വാട്ട്? CaC2 എന്ന് പറയുന്നത് കാൽഷ്യം കാർബൈഡ് ആണ്. ആ കാൽഷ്യം കാർബൈഡിനെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് H2O കിട്ടും, സോറി C2H2 കിട്ടും. C2H2 ഈ ദൈനും കിട്ടും, കാൽഷ്യം ഹൈഡ്രോക്സൈഡും കിട്ടും, CaOH2. ഇത് നമ്മൾ ആൽക്കൈന്റെ പ്രിപ്പറേഷനിൽ ഫസ്റ്റ് പഠിക്കുന്ന ആൽക്കൈനെ കാൽഷ്യം കാർബൈഡിലേക്ക് വെള്ളം ചേർത്ത് ഉണ്ടാക്കാന്ന് പഠിക്കുന്നത്. കാൽഷ്യം കാർബൈഡ് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർക്കുക. സോ കാൽഷ്യം കാർബൈഡ് എടുത്തിട്ട് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് C2H2 എന്ന് പറയുന്ന ഹോർമോണും കാൽഷ്യം ഹൈഡ്രോക്സൈഡും കിട്ടും. അപ്പൊ 2 H2ലേക്കാണ് ചേർക്കുക. ബാലൻസ് ചെയ്യൽ നിർബന്ധമല്ല. എനിവേ ദെൻ 3CH ട്രിപ്പിൾ ബോണ്ട് CHനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ 873 Kelvin സൈക്ലിക് പോളിമറൈസേഷൻ പറയുമ്പോൾ തന്നെ കിട്ടണം. കാരണം 3 CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. ഒന്നില് 2 കാർബൺ ഉണ്ട്, അപ്പൊ 3 6 കാർബൺ ഉണ്ടെങ്കിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത് ഇത് ബെൻസീൻ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേര് സൈക്ലിക് പോളിമറൈസേഷൻ എന്നതാണ്. ഓക്കെ, അപ്പൊ അതും സെറ്റ്. ഇതിനെ വിളിക്കുന്ന പേര് സൈക്ലിക് പോളിമറൈസേഷൻ. റെഡി മക്കളെ? ദെൻ ഹൗ വിൽ യു പ്രിപ്പയർ ഈഥൈൻ ബൈ കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്? എങ്ങനെയാണ് നിങ്ങൾ ഈഥൈനെ കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡിലൂടെ ഉണ്ടാക്കുക? ആരെയാണ് ഉണ്ടാക്കേണ്ടത്? ഈഥൈനെയാണ് ഉണ്ടാക്കേണ്ടത്. സോ നിങ്ങൾ എടുക്കേണ്ടത് ഒരു കാർബൺ കുറവുള്ള ആൾ മീഥൈൻ നമുക്ക് എടുത്തു നോക്കാം. സോ മീഥൈൻ എടുക്കുകയാണ് CH3. ദെൻ നമുക്ക് വേണ്ടത് ആരാണ്? CH3COONA ആണ്. സോ CH3COONA. അപ്പൊ മീഥൈൽ ഗ്രൂപ്പിനെ എടുത്തു, എന്നിട്ട് CONA. ടോട്ടലി ഈഥൈൽ ഗ്രൂപ്പാണ് CH3COONA. എന്നിട്ട് അതിലേക്ക് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് അല്ലേ, കറന്റ് കൊടുക്കണം. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എടുത്തിട്ട് കറന്റ് കൊടുത്തു, ഇലക്ട്രോലിസിസ് നടത്തി. റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞത്. സോ കറന്റ് കൊടുത്തിട്ട് ഇതിന്റെ സൊല്യൂഷൻ എടുത്തിട്ട് കറന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം പൊട്ടിപ്പോകും. ഇത് മൊത്തം പൊട്ടിപ്പോകുന്നത് COOന്റെ അപ്പുറത്തും COന്റെ ഇപ്പുറത്തും പൊട്ടും. H2O പൊട്ടിയിട്ട് H+ OH- ആവും. അങ്ങനെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ CH3 ബാക്കി. നേരത്തെ വൂഡ്സിൽ പറഞ്ഞ പോലെ CH3 ഒറ്റക്ക് നിൽക്കാത്തതുകൊണ്ട് ഇത് 2 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 2 H2 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ 2 CH3 ഒരുമിച്ച് CH3 എന്നാവും. നമുക്ക് കിട്ടേണ്ട ഈഥൈൻ കിട്ടും. അത് മാത്രമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ബൈ പ്രോഡക്റ്റും അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ COO പൊട്ടിയിട്ടുണ്ട്. എത്ര COO? 2 COO. 2 COO എന്ന് പറഞ്ഞാൽ 2 CO2. ദെൻ Na ഇവിടെ പൊട്ടിയിട്ടുണ്ട്, അപ്പുറത്ത് OH പൊട്ടിയിട്ടുണ്ട്. അപ്പൊ 2 Na 2 OH കൂടി ചേരും. അങ്ങനെ 2 NaOH.
ദെൻ ഇവിടെ ബാക്കി H മാത്രമാണ്. ഒരു H2 ഒരു H ഉണ്ട്, അപ്പൊ 2 H2 2 H ഉണ്ട്. സോ മക്കളെ അതിൽ നിന്ന് അതായത് ഒരു H2 ഒരു H പ്ലസ് അല്ലേ, അപ്പൊ 2 H2 2 H പ്ലസ്, ആ 2 H പ്ലസ് കൂടെ കൂടിയിട്ട് H2 എന്നാവും. സോ ആനോഡിൽ കോൾസ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡിൽ കറണ്ട് കൊടുക്കുമ്പോൾ ആനോഡിൽ നിങ്ങളുടെ ആൽക്കൈനും കാഥോഡിൽ നിങ്ങളുടെ H2 കിട്ടും. റെഡി, ആ പോയിന്റ് ക്ലിയർ. Then classification of elements പറയുന്ന ടോപ്പിക് ഉണ്ട്. അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെർലിയം. വൈ എപ്പോഴും ചോദിക്കുന്ന എക്സെപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ബോറോണിനേക്കാൾ അയോണൈസേഷൻ ബെർലിയത്തിനേക്കാൾ ബോറോൺ അയോണൈസേഷൻ എൻതാൽപ്പി കുറയാനുള്ള കാരണം ഇവിടെ പറയുന്ന പോയിന്റ് എന്താ, ബെർലിയത്തിന് കൂടുതലാണ്. അപ്പൊ കൂടുതലുള്ള ആൾ കോൺഫിഗറേഷൻ എഴുതി വെക്കിയാൽ മതി. കൂടുതലുള്ള ബെർലിയത്തിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 എന്ന് കിട്ടും. അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എസ്സിൽ കംപ്ലീറ്റ് ഫില്ലാണ്. അതുകൊണ്ട് അതെന്താണ്, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതേ ക്വസ്റ്റ്യൻ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് നൈട്രജൻ. നൈട്രജനേക്കാൾ ഓക്സിജൻ കുറയാനുള്ള കാരണം സെയിം റീസൺ തന്നെ. നൈട്രജന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് 1s2 2s2 2p3 എന്ന് കിട്ടും. പക്ഷേ ഓക്സിജന്റെ 1s2 2s2 2p4 എന്ന് കിട്ടും. 2p3 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് അയാൾ ഒന്നും കൂടെ സ്റ്റേബിൾ ആണ്. സോ ഇയാളും സ്റ്റേബിൾ ആണ്. അപ്പം എന്തുകൊണ്ടാണ് മറ്റൊരാളേക്കാൾ അയണൈസേഷൻ എൻതാൽപ്പി കുറവ് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും ആൻസർ വരിക സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നായിരിക്കും. ദെൻ give reason for the following. Phosphorus form PCl5 while nitrogen cannot form NCl5. Very simple. ഒരേ ഗ്രൂപ്പിലുള്ള ആളാണ് നൈട്രജനും ഫോസ്ഫറസും. നൈട്രജന്റെ തൊട്ട് താഴെ വരുന്ന ആളാണ് ഫോസ്ഫറസ്. പക്ഷേ ഫോസ്ഫറസിന് PCl5 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. നൈട്രജന് NCl5 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. ബട്ട് വൈ? അത് വെരി സിമ്പിൾ ആണ്. നൈട്രജന് പറ്റൂല എന്നല്ലേ പറഞ്ഞത്. ഈ നൈട്രജന് പറ്റില്ല എന്ന് പറയാൻ കാരണം നൈട്രജൻ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ, ക്ലാസിഫിക്കേഷന്റെ ചാപ്റ്ററിന്റെ അവസാനത്തിൽ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് മാത്രമുള്ള പ്രോപ്പർട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അനോമലസ് പ്രോപ്പർട്ടീസ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ പഠിക്കേണ്ടത് അനോമലസ് പ്രോപ്പർട്ടി പഠിക്കണം. ആ അനോമലസ് പ്രോപ്പർട്ടീസ് കാരണം കൊണ്ട് ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ അനോമലസ് പ്രോപ്പർട്ടിയിൽ പറയുന്ന അനോമലസ് പ്രോപ്പർട്ടി ആവാനുള്ള ഒരു കാരണങ്ങൾ, പല കാരണങ്ങൾ, ഇവരുടെ സൈസ് ചെറുതാണ്, ഇവരുടെ ചാർജ് വലുതാണെന്നൊക്കെ പറഞ്ഞ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആയ നൈട്രജൻ എലമെന്റുകൾക്ക് ഡി ബ്ലോക്ക് ഉണ്ടാവില്ല. കാരണം അവർ ഡി സീരീസിൽ എത്തിയില്ല. ഇവിടെ എസ് ബ്ലോക്ക് തീരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് ഡിയിലേക്ക് വരുന്നത്. സോ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ ആണ് ഒന്നാമത്തെ കാരണം. സോ ഈ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ആണ് ഇവിടുത്തെയും കാരണം. അഥവാ NCl5ന് നൈട്രജൻ 5 ക്ലോറിനെ സ്വീകരിച്ചെത്താൻ കഴിയില്ല. ഫോസ്ഫറസിന് 5 ക്ലോറിനെ സ്വീകരിക്കാൻ പറ്റും. ബട്ട് വൈ? നൈട്രജനിൽ ഡി ഓർബിറ്റലുകൾ ഇല്ല. ഡി ഓർബിറ്റലുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുന്ന ആൾക്ക് കയറിയിരിക്കാൻ സ്ഥലമില്ല. എന്നാൽ നിങ്ങളെ വീട്ടിൽ 50 ആളെ കയറ്റിയിരുത്താൻ പറ്റുന്നില്ല. എന്താ കാരണം? വീട്ടിൽ സീറ്റ് ഇല്ല. എന്ന് പറയുന്നത് പോലെ നൈട്രജന് സീറ്റ് ഇല്ല, നൈട്രജന് ഡി ഓർബിറ്റൽ ഇല്ല. അതുകൊണ്ട് NCl5 ഉണ്ടാവില്ല. സോ ക്ലിയർ അല്ലേ മക്കളെ? ദെൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Mn ഈസ് KMnO4. KMnO4ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, Kൻ്റെത് +1 ആണ്, ഓക്സിജൻ്റെത് -2 ആണ്. സോ ഇത് X ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ +1 + X - 8 -2 × 4 ഒരു -8 0. ദെൻ X - 7 = 0, X +7 കിട്ടിക്കഴിഞ്ഞു. ദെൻ ഐഡന്റിഫൈ ദ എലമെന്റ് അണ്ടർഗോയിങ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ഇൻ ദ ഫോളോയിങ്. ഇവിടെ ഏത് എലമെന്റ് ആണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷന് പോകുന്നത്? 2H2O ഓക്സിജന്റെ ചാർജ് -2 ആണ്. 2H2O2 എന്നാട്ടോ. 2H2O2 ഓക്സിജന്റെ ചാർജ് -1 എന്നാണ്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണിത്. 2H2O ഓക്സിജന്റെ ചാർജ് -2 ആണ്. O2 എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മോളിക്യൂൾ, വേറെ ആരും അതിന്റെ കൂടെ വന്നിട്ടില്ല. സോ അത് 0 ആണ്. സോ ഇവിടെ ഓക്സിജന് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നതുകൊണ്ട് ആ ഓക്സിജൻ ആണ് ഇവിടെ ഡിസ്പ്രൊപ്പോർഷനേഷന് പോകുന്നത്. അഥവാ വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഓക്സിജന് -1 -2 ആയി കുറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ഓക്സിജന് -1 0 ആയി കൂടി. സോ ഒരാൾക്ക് തന്നെ റിഡക്ഷനും ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും നടക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് വിളിക്കാറുള്ളത്. സെറ്റ്. ദെൻ ഗിവൺ ദ റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ കുറച്ച് റിഡോക്സ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ. ഏത് സ്പീഷീസ് ആണ് റിഡക്ഷന് പോകുന്നത്, ഏത് സ്പീഷീസ് ആണ് ഓക്സിഡേഷന് പോകുന്നത്? CuO എന്ന് പറയുന്നതിൽ Cuവിന്റെ ചാർജ് +2 ആണ്, ഓക്സിജന്റെ ചാർജ് -2 ആണ്. അപ്പോൾ ഓക്സിജന്റെ ചാർജ് മാറുന്നില്ലാത്തതുകൊണ്ട് Cu മാത്രം എഴുതി. ദെൻ H2ന്റെ ചാർജ് 0 ആണ്. ദെൻ Cuവിൽ Cuവിന്റെ ചാർജ് 0 ആണ്. H2Oയിൽ ഓക്സിജന്റെ ചാർജ് ഹൈഡ്രജന്റെ ചാർജ് എത്രയാണ്? +1 ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെരി സിമ്പിൾ ആയിട്ട് പറയുന്നത് CuOയിലെ Cuവിന് +2 ഉള്ളത് 0 ആയി. അപ്പോൾ അത് റിഡക്ഷൻ ആണ്. സോ ഐഡന്റിഫൈ ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ. CuO ആണ് റിഡക്ഷന് പോകുന്നത്, അല്ലെങ്കിൽ Cu ആണ് റിഡക്ഷന് പോകുന്നത്. ഓക്കെ, ഏത് സ്പീഷീസ് ആണ്? CuO. ആൻഡ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ? H2 ആണ് ഓക്സിഡേഷന് പോകുന്നത്. സോ ഇത് റിഡക്ഷന് പോകുന്നു, ഇത് ഓക്സിഡേഷന് പോകുന്നു. കാരണം എന്താ? ഹൈഡ്രജന്റെ ചാർജ് 0 ഉള്ളത് +1 ആയി. ദെൻ ഐഡന്റിഫൈ ദ റിഡക്റ്റന്റ് ആൻഡ് ഓക്സിഡന്റ് ഇൻ ദ എബവ് റിയാക്ഷൻ. ഐഡന്റിഫൈ ദ റിഡക്റ്റന്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ്. വെരി സിമ്പിൾ. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്
ഓക്സിഡേഷൻ നടന്ന ആളായിരിക്കും റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് H2 ആണ്. ദെൻ ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ്. ആർക്കാണോ റിഡക്ഷൻ നടന്നത്, റിഡക്ഷൻ നടന്ന ആളായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ് CO. ഒരിക്കലും പ്രൊഡക്റ്റിലല്ല ആൻസർ, റിയാക്ടന്റിലുള്ള രണ്ടാളുകളായിരിക്കും നിങ്ങളുടെ ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റിന് വരിക, അതും കൂടെ മെയിനിൽ സെറ്റ് ആക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുന്ന എന്താണ്, ഇതിൽ എമംഗ് ദി ഫോളോയിങ് റിയാക്ഷൻസ് ഐഡന്റിഫൈ ദ വൺ വിച്ച് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഇതിൽ ഒന്ന് റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് പറയുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് കമന്റ് ചെയ്യണേ. ഏതാണ് നിങ്ങൾ ഇതിലുള്ള റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്? അത് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഹിന്റ് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എഴുതി നോക്കുക. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ അവിടെ എത്തുമ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്സിഡേഷനോ റിഡക്ഷനോ ഒക്കെ നടക്കും, കൂടുകയോ കുറയോ ചെയ്താൽ. ചില റിയാക്ഷനിൽ ചാർജ് മാറേ ഉണ്ടാവില്ല, എല്ലാ ചാർജും ഇപ്പുറത്തും ഒരേപോലെ അപ്പുറത്തും ഒരേപോലെയാണ്, ഈ ചാർജ് മാറൂല. അപ്പോൾ അത് റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് പറയാൻ പറ്റും. സോ ഈ 4 ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. 4 ഏതോ ഒന്ന് റിഡോക്സ് റിയാക്ഷൻ അല്ല. ഓക്കെ, അതിന്റെ 1, 2, 3, 4 അതിൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ദെൻ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ദി ഫോളോയിങ് ടേംസ്? ഹോമോലിറ്റിക് ഫിഷൻ, ഹെറ്ററോലിറ്റിക് ഫിഷൻ, ന്യൂക്ലിയോഫൈൽസ്, ഇലക്ട്രോഫൈൽസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത്രയും ടേമുകൾ പഠിച്ചു വെച്ചേ പോകണം. ഇത്രയും ടേം നിർബന്ധമായിട്ടും പഠിക്കണം. ഹോമോലിസിസ് എന്താ, ഹെറ്ററോലിസിസ് എന്താ, ന്യൂക്ലിയോഫൈൽസ് എന്താ, ഇലക്ട്രോഫൈൽസ് എന്താ, ഇതിന്റെ ഡെഫിനിഷനുകൾ നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചോണം. ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഹോമോലിസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരേപോലെ ഇലക്ട്രോൺ 2 ഭാഗത്തേക്കും ചാടുന്നതാണ് ഹോമോലിസിസ്. ഹെറ്ററോലിസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് 2 ഇലക്ട്രോൺ പോവുക, മറ്റേ ഭാഗത്തേക്ക് 1 ഇലക്ട്രോണും പോവാണ്ടിരിക്കുക. ഇതാണ് ഹെറ്ററോലിസിസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോഫൈൽസ് അറിയാലോ, ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. അവരുടെ അടുത്ത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും, അവർ ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണ്. ഇലക്ട്രോഫൈൽസ് അറിയാലോ, ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. അവർ പിന്നെ ഇലക്ട്രോണെ ലവിങ് ചെയ്യുന്നവരായതുകൊണ്ട് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. അവർ ഇലക്ട്രോണെ വാങ്ങുന്നവരാണ് ഒരു റിയാക്ഷനിൽ. അപ്പോൾ ഒരു റിയാക്ഷനിൽ ഇലക്ട്രോൺ കൊണ്ട് കൊടുക്കുന്ന ആൾ ന്യൂക്ലിയോഫൈലും, ഇലക്ട്രോണെ വാങ്ങുന്ന ആൾ ഇലക്ട്രോഫൈൽസും. ആ പോയിന്റുകളും എഴുതുക. എക്സ്പ്ലെയിൻ ലെസൈൻ ടെസ്റ്റ്. എപ്പോഴും ചോദിക്കുന്ന 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് ലെസൈൻ ടെസ്റ്റ്. എന്താണ് ലെസൈൻ ടെസ്റ്റ്? നിങ്ങൾക്കറിയാം, ലെസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ട്. വെൻ ഹീറ്റിംഗ്, നിങ്ങളുടെ ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നു, സോഡിയത്തിന്റെ കൂടെ ഒരു ഫ്യൂഷൻ ട്യൂബിലിട്ട് ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് ഹീറ്റ് ചെയ്ത് റെഡ് ഹോട്ട് കളർ ആകുമ്പോൾ അതിനൊരു വെള്ളത്തിലേക്ക് ചേർക്കുന്നു. അങ്ങനെ ആ വെള്ളം ബോയിൽ ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ഇതിനെയാണ് നിങ്ങൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് വിളിക്കുക. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയ ഈ പ്രോസസ്സാണ് ലെസൈൻ ടെസ്റ്റ്. ഇത് എന്തിനാണ് ചെയ്യുന്നത്? ലെസൈൻ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഹാലജനുകൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ലെസൈൻ ടെസ്റ്റ്. ഇത് ചെയ്ത് ഉണ്ടാക്കിയ സാധനം വെച്ചിട്ട് ഇനി ഓരോ ടെസ്റ്റും ചെയ്യും. നൈട്രജന്റെ ടെസ്റ്റ് വേറെ ചെയ്യും, ഹാലജന്റെ ടെസ്റ്റ് വേറെ ചെയ്യും. സോ ലെസൈൻ ടെസ്റ്റ് എന്താണെന്ന് മറക്കണ്ട. പിന്നെ ലെസൈൻ ടെസ്റ്റ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഓർഗാനിക് കോമ്പൗണ്ട് കോവലന്റ് ബോണ്ട് ആയിരിക്കും. ആ കോവലന്റ് ബോണ്ടിനെ അയോണിക് ബോണ്ടിലേക്ക് മാറ്റുക എന്നതാണ് അവർ ചെയ്യുന്നത്. ദെൻ many chemical properties of organic compounds can be explained on the basis of electron displacement effect. What is resonance effect? എന്താണ് റെസൊണൻസ് എഫക്ട്? നിങ്ങൾക്കറിയാം, റെസൊണൻസ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കാരണം കൊണ്ട്, അഥവാ മുകളിലൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത് വന്നതുകൊണ്ട് ചിലപ്പോൾ 2 പൈ ബോണ്ടുകളോ 2 ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള 2 പൈ ബോണ്ടുകൾ തമ്മിലോ, അല്ലെങ്കിൽ ഒരു ലോൺ പെയറും ഒരു പൈ ബോണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം, 2 പൈ ബോണ്ടുകളോ ഒരു ലോൺ പെയർ ഒരു പൈ ബോണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം ഒരു മോളിക്യൂളിൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണ് റെസൊണൻസ് എഫക്ട്. ഓക്കെ, ഈ റെസൊണൻസ് എഫക്ട് കാരണം ഫംഗ്ഷൻ ഗ്രൂപ്പിനനുസരിച്ച് മാറും. ഈ റെസൊണൻസ് എഫക്ട് കാരണം 2 ടൈപ്പ് റെസൊണൻസ് എഫക്ട് ഉണ്ടാവും, +R ഉം -R ഉം. ഈ ഇന്ററാക്ഷൻ കാരണം ഇതിൽ NH ലോൺ പെയർ ഉള്ള ആളാണെങ്കിൽ, NH2 ലോൺ പെയർ ഉണ്ടെന്ന് പറയാം, ഈ ലോൺ പെയർ താഴത്തേക്ക് ചാടും, ബെൻസീൻ റിംഗിലേക്ക് ചാടും. ലോൺ പെയർ ചാടുന്നതോടുകൂടി അവിടെ ചാർജ് ഇല്ല, അവിടുത്തെ ഇലക്ട്രോൺ പോയി, അപ്പോൾ അവിടെ പ്ലസ് ചാർജ് വരും. അപ്പൊ അങ്ങനെ പ്ലസ് ചാർജ് വരുന്നതുകൊണ്ട് അത് +R എഫക്റ്റ് ആണ്. അപ്പൊ ഇത് +R എഫക്റ്റ് ആണ്. ദെൻ NO2 ലോൺ പെയർ ഇല്ല, OH ലോൺ പെയർ ഉണ്ട്, അപ്പൊ ഇതും +R എഫക്റ്റ് ആണ്. ഇവർ രണ്ടുപേരും +R എഫക്റ്റ് ആണ്, കാരണം അവരുടെ ലോൺ പെയർ താഴത്തേക്ക് ചാടി അവർക്ക് പോസിറ്റീവ് ചാർജ് വരും. എന്നാൽ NO2 ഡബിൾ ബോണ്ട് ഉണ്ട്, ആ ഡബിൾ ബോണ്ട് ഓക്സിജന്റെ മുകളിലേക്ക് ചാടി അവിടെ മൈനസ് ചാർജ് വരും. COOH ഡബിൾ ബോണ്ട് ഉണ്ട്, ആ ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്ക് മൈനസ് ചാർജ് വരും. സോ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ മുകളിൽ മൈനസ് ചാർജ് വരുന്നതുകൊണ്ട് അതാണ് -R എഫക്റ്റ് കാണിക്കുന്നവർ. മനസ്സിലായോടാ മക്കളെ? സോ ആരാണ് +R എഫക്റ്റും -R എഫക്റ്റും കാണിക്കുന്നത്? സോ എല്ലാ ചാപ്റ്ററിലെയും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ച് പോകേണ്ടത്. നമ്മൾ ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻ സീരീസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, ഓരോരോ ടോപ്പിക്കുള്ള. അപ്പോൾ ടോപ്പിക് വൈസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചെയ്തത്. അത് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. നന്നായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാം എഴുതി വരിക. താങ്ക് യു.